നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ +1 വാല്യുവേഷനൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞതുണ്ട്. അപ്പോൾ പല സെൻറ്ററുകളിൽ നിന്നുള്ള ഏകദേശ സൂചനകൾ ഞാനൊന്ന് പലയിടത്തുനിന്ന് ഇങ്ങനെ പല ടീച്ചേഴ്സിനൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു എങ്ങനെയൊക്കെ ഉണ്ടാവും റിസൾട്ടുകൾ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് +1 സയൻസ് സബ്ജക്റ്റിൽ നമുക്കറിയാം ഭീകരനായിട്ട് വന്നത് മാത്തമാറ്റിക്സ് തന്നെയായിരുന്നു അല്ലേ. നമുക്ക് ഇച്ചിരി ഭീകര രൂപത്തിലായിരുന്നു അവൻ്റെ വരവും. കുട്ടികളാരും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയായി പോയി മാത്സിന്. അതെല്ലാവരും സമ്മതിച്ചതാണ്. പക്ഷെ നമുക്ക് കുറേ ചെയ്യാനുണ്ടായിരുന്നുവെങ്കിലും 3-4 പ്രോബ്ലങ്ങൾ നമ്മളെ വലച്ചു, ശരിക്കും വലച്ചു. അത് ഒരു പുതിയ ക്വസ്റ്റ്യനൊന്നുമല്ല, പഴയ ക്വസ്റ്റ്യനായിരുന്നു. പക്ഷേ കുട്ടികളാരും അത് പഠിച്ചിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിന് നേരിട്ടുള്ള അല്ലാത്തതുകൊണ്ട് പഠിച്ചിട്ടില്ല. സ്വാഭാവികമാണ്. കുട്ടികളെ നമുക്ക് അതിനകത്ത് ഒരു രീതിയിലും നിങ്ങൾ അതിനകത്ത് കുറ്റക്കാരെ അല്ല, പഠിച്ചില്ല എന്നുള്ളതിൻ്റെ കാരണത്താൽ. പക്ഷേ അപ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് അതിനുള്ളിൽ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഈ രീതിയിൽ കൂടെ മനസ്സിലായ കാര്യം, ഒരു പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. എന്താ ഈ പണി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂടെ ഉള്ള മാർക്ക് കിട്ടാനുള്ള സംശയമുണ്ട്. അത് കിട്ടാൻ സാധ്യത ഇല്ലെന്ന് തന്നെയാണ് ഏകദേശം അറിഞ്ഞത്. അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പിന്നീട്. ഇപ്പോഴത്തെ രീതിയിൽ കൂടെ നമുക്ക് വലിയ മാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഏകദേശ സൂചന അനുസരിച്ച് നമുക്ക് A+ കിട്ടാനുള്ള കുട്ടികൾക്ക് പോലും എന്നാൽ സ്ഥിരമായിട്ട് എനിക്ക് കിട്ടാൻ ഭയങ്കര സാധ്യത, അടിപൊളിയായിട്ട് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ളവർക്ക് പോലും A+ കിട്ടാതിരിക്കുന്ന രീതിയാണ് വന്നേക്കുന്നത്. മീൻസ് ഒരു 50, 48, 52 ആ മാർക്കിൽ ഒതുങ്ങി. നമുക്കറിയാം 60-ൽ 54 A+ തുടങ്ങുന്നത്, എല്ലാവർക്കും അറിയാം അല്ലേ. ഈ മാർക്കിലോട്ട് എത്തിപ്പെടേണ്ടത് പോലും ആൾക്കാർ എത്തിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ A+ൻ്റെ എണ്ണം നന്നേ കുറവായിരിക്കും എന്നുള്ള സൂചനയാണ് ഫസ്റ്റ് കിട്ടിയത്. ആ സൂചന കിട്ടുമ്പോൾ അറിയാമല്ലോ, താഴോട്ട് പോകുന്തോറും അതിനനുസരിച്ചുള്ള മാർക്കിൻ്റെ ഒരു വേരിയേഷൻ പ്രൊപ്പോർഷണലായിട്ട് പോകുമ്പോൾ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇപ്പോൾ കിട്ടിയതനുസരിച്ച്. ഇനിയും വാല്യുവേഷനിലും കഴിഞ്ഞല്ല എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് പിന്നീടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് കഴിഞ്ഞു, ഇനി റിസൾട്ട് വരട്ടെ, അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം +2 അടിപൊളിയായിട്ട് പഠിച്ചോണം. ഇതിൻ്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ കൂടെ ആയിരിക്കും അതിൻ്റെ എക്സാം വരുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നല്ലവണ്ണം പഠിക്കണം. അല്ലാതെ എളുപ്പമുള്ളതിനെ പഠിക്കുക, ബുദ്ധിമുട്ടുള്ളതിനെ മാറ്റി വെക്കുക. എക്സാം എടുക്കുമ്പോൾ 2 ദിവസം ഇരുന്ന് പഠിക്കുക. പബ്ലിക് എക്സാം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് യൂട്യൂബ് ക്ലാസ്സസ് മാത്രം കൊണ്ട് പഠിക്കുക. ആ രീതിയൊക്കെ മാറ്റി വെച്ച് നിങ്ങളൊരു റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് പോയില്ല എങ്കിൽ ഇതിലും വലിയ പണി പിന്നെ കിട്ടും. ഓക്കെ, ആ പണി നമുക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ടാവരുത്. ഇപ്പോഴേ അതിനുള്ള രീതിയിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങളോടൊന്ന് എത്തിക്കുക. +2 നല്ല രീതിയിൽ കൂടെ പഠിച്ചു തുടങ്ങുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള മാത്സ്, അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടും. ജോയിൻ ചെയ്യാം. 1 ഇയറിന് ഇത്രയും മാത്രം. ഓക്കെ, വേറെ ഒന്നുമേ ഇല്ല. ഫുൾ മാത്സ് നമുക്ക് കിട്ടും, ഫുൾ നോട്ട്സ് കിട്ടും, ഇക്വേഷൻ ബുക്കിലെറ്റ് കിട്ടും. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകും. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടുകയും ചെയ്യാം. ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 98467085 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.